സ്ഥലത്തെ അസാധാരണ സംഭവങ്ങളുടെ തുടർച്ചയായി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായേക്കും. ബിജെപിയുടെ പരാതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. രാഹുൽ ഗാന്ധി കായികമായി ആക്രമിച്ചു, വനിതാ അംഗത്തെ അപമാനിച്ചു തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാകും ഭരണപക്ഷം പ്രതിരോധിക്കുക. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കുറച്ചു ദിവസങ്ങളായി അംബേദ്കർ വിഷയം ഇങ്ങനെ കത്തിക്കയറുകയാണ് പാർലമെന്റിനകത്തും പുറത്തും. ഇന്നിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്യന്തം നാണം കെട്ടതും അത്യന്തം അസാധാരണവുമായ സംഭവങ്ങളാണ് പാർലമെന്റിൽ ഉണ്ടാവുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഭരണ പ്രതിപക്ഷ പോരിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിൽ പരാതി നൽകുക, പരസ്പരം മർദ്ദിച്ചു എന്നുള്ള പരാതികൾ വരിക, അല്ലെങ്കിൽ മർദ്ദിക്കുക, അത്തരത്തിലേക്ക് സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് വനിതാ എംപിയുടെ പരാതി, അത്തരത്തിലെല്ലാം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിനും തന്നെ വലിയ നാണക്കേടായോ കളങ്കവും ഒക്കെ ആവുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നും അതിന്റെ തുടർച്ച തന്നെ ഉണ്ടാവുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ രാത്രി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 എംപിമാരെ രാഹുൽ ഗാന്ധി മർദ്ദിച്ചു. ഇന്നലെ പരാതി നൽകിയത് ബിജെപിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായ അനുരാഗ് താക്കൂർ അടക്കമുള്ളവരാണ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമ കേസടക്കം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത്. എംപിമാരെ രാഹുൽ ഗാന്ധി മർദ്ദിച്ചു, രാഹുൽ ഗാന്ധി അവരെ ആക്രമിച്ചു, മറ്റുള്ളവരെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു, കൂട്ടം കൂടി ചേർന്ന് ഭീഷണിപ്പെടുത്തി, അങ്ങനെ തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊപ്പം വധശ്രമ വകുപ്പ് കൂടി എടുക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് എന്തായാലും എഫ്ഐആറിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ പാർലമെന്റിനുള്ളിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് കായികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുകയും അങ്ങനെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാവും അങ്ങനെ ഒരു സംഭവം. സാധാരണഗതിയിൽ പാർലമെന്റിനുള്ളിൽ വെച്ച് പലപ്പോഴും ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവാറുണ്ട്. അത്യപൂർവം ചില സന്ദർഭങ്ങളിലൊക്കെ അത് കയ്യേറ്റത്തിലേക്കുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പാർലമെന്റ് സഭ നിർത്തിവെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്തു വെച്ച് ഏതെങ്കിലും തരത്തിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഭരണ പ്രതിപക്ഷ എംപിമാർ സൗഹൃദത്തിൽ പിരിയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിന് പകരമായി ഇന്നലെ ഉണ്ടായത് പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരും ഭരണപക്ഷ എംപിമാരും പരസ്പരം നിന്ന് പോര് വിളിക്കുന്ന ഒരു രംഗമാണ്. എങ്ങനെയാണോ പരസ്പരം ഈ സാധാരണ നാട്ടിലൊക്കെ സമരം നടക്കുമ്പോൾ പോലീസിന് മുന്നിൽ സമരക്കാർ മുന്നിൽ നിൽക്കുന്നത്, അതുപോലെ രണ്ടായി തിരിഞ്ഞു നിന്ന് പോർ വിളിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. സാധാരണഗതിയിലൊക്കെ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ ഇതിനൊക്കെ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് തടസ്സം സൃഷ്ടിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനിടയിലാണ് 2 എംപിമാർ മറിഞ്ഞു വീണത്. ഇത് രാഹുൽ ഗാന്ധി മറ്റൊരു എംപിയെ തള്ളിയെന്നും ആ എംപി വന്ന് വീണാണ് തൻ്റെ തല പൊട്ടിയതെന്നുമാണ് പ്രധാനമായും ബിജെപി എംപി പറഞ്ഞത്. ഇതുവരെയും എന്തായാലും ഇപ്പോൾ ഐസിയുവിൽ രാം മനോഹർ ലോഹി ആശുപത്രിയിലെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനേക്കാളും ഗൗരവമുള്ള മറ്റൊരു പരാതി ബിജെപിയുടെ രാജ്യസഭാംഗം, വനിതാ രാജ്യസഭാംഗം ഉന്നയിച്ച പരാതിയാണ്. രാഹുൽ ഗാന്ധി തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് തൻ്റെ തൊട്ടടുത്ത് വന്നു നിന്ന് തന്നോട് മോശമായി പെരുമാറി, തന്നോട് ഉച്ചത്തിൽ സംസാരിക്കുകയും ശരീരം വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇത് തൻ്റെ സ്ത്രീത്വത്തെ അവമാനിക്കുന്നതും തൻ്റെ അന്തസ്സിനെയും തൻ്റെ ആത്മാഭിമാനത്തെയും ഹനിക്കുന്നതുമായിരുന്നു എന്നുള്ള പരാതിയാണ് രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുകൂടി ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അത് മറ്റു തരത്തിലെ കേസായി കൂടി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്യസാധാരണമായ സംഭവങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അദാനി വിഷയത്തിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനുള്ളിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്ന് വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾക്കും തടയിടാൻ വേണ്ടിയുള്ള ബിജെപിയുടെ നീക്കമാണ്, അല്ലെങ്കിൽ അത്തരമൊരു നാടകമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഭരണപക്ഷം അതല്ല, തങ്ങളുടെ എംപിമാരെ കായികമായി രാഹുൽ ഗാന്ധി നേരിട്ടു എന്ന തരത്തിലും വനിതാ എംപി അടക്കം രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നു. കിരൺ, ഇന്നിപ്പോൾ സഭാ സമ്മേളനം അവസാനിക്കുകയാണല്ലോ. സ്പീക്കർ പറഞ്ഞിട്ടുമുണ്ട് ഈ പാർലമെന്റിന് അകത്തുള്ള പ്രതിപക്ഷ പ്രതിഷേധം, അതായത് പാർലമെന്റിന് പുറത്തുള്ള ഈ പ്രതിപക്ഷ പ്രതിഷേധം ഈ രീതിയിലേക്ക് പോകരുതെന്ന രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ, ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ അംബേദ്കർ വിഷയം അല്ലാതെ നേരത്തെയും ആകെ തുക, മൊത്തത്തിലുള്ള ഈ സമ്മേളനത്തിന്റെ ഒരു ആകെ തുക ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അശ്വതി, ഈ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിലാണ്
തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഗൗതം അദാനിക്കെതിരെയുള്ള അന്വേഷണം വരുന്നത്. ഗൗതം അദാനി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചത്. പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വിഷയം ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രധാനപ്പെട്ട കക്ഷികളായ തൃണമൂൽ കോൺഗ്രസോ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ ഈ വിഷയത്തോട് കാര്യമായി യോജിച്ചില്ല. ഈ വിഷയം തുടർച്ചയായി ഉന്നയിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കും. അവർ ഇന്ത്യ മുന്നണിയുമായി ഭിന്നിച്ച് മാറി നിൽക്കുകയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഒരു ഘട്ടത്തിൽ ഞാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും അതിനെ പിന്തുണച്ച് ശരത് പവാർ അടക്കമുള്ളവർ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നതയൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ അംബേദ്കർ വിഷയം വന്നതോടുകൂടി ഇന്ത്യ മുന്നണിയിലെ ഭിന്നത മാറി. ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് തന്നെ ഇതിനെതിരെ നൽകിയ പരാതിയിൽ ഒപ്പിടാൻ തയ്യാറായി എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു തരത്തിൽ ആശ്വാസമാണ്. പാർലമെന്റ് ആകെ പ്രവർത്തനം ചോദിച്ചാൽ പാർലമെന്റിനെ സംബന്ധിച്ച് തുടക്കത്തിൽ അദാനി വിഷയം ഉന്നയിക്കുന്നു. സംഭാലിലുണ്ടായ വെടിവെപ്പ് സംബന്ധിച്ച വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിലൊന്നും ചർച്ചയ്ക്ക് തയ്യാറാവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് വിഷയം ഉന്നയിക്കുകയും പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാവുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് പാർലമെന്റ് നടപടികളുമായി സഹകരിക്കാൻ, ഭരണഘടനാ ചർച്ചയിൽ സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായി. പക്ഷേ വീണ്ടും പാർലമെന്റ് നടപടികൾ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയത്. ഇതിനെ പ്രതിരോധിക്കാനായി സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ബഹളമുണ്ടാക്കുന്നത്. അതിനി ഈ സർക്കാരിലെ ഏത് സർക്കാർ ഇരിക്കുമ്പോഴും അതാണ് ഒരു പൊതുശീലം. പ്രതിപക്ഷമാണ് എപ്പോഴും അത്തരം വിഷയങ്ങൾ ഉന്നയിക്കുകയും സഭ പ്രക്ഷുബ്ധമാക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിന് വിപരീതമായി രാജ്യസഭയിൽ ഭരണപക്ഷം തന്നെ കോൺഗ്രസിനെതിരെ സോണിയാഗാന്ധിയുടെ ജോർജ് സോറസ്, അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറസും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനവുമായി സോണിയാഗാന്ധിക്ക് ബന്ധപ്പെടുന്ന ആരോപിച്ച് ഭരണപക്ഷ എംപിമാർ തന്നെ സഭയിൽ ബഹളം വെക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി ഈ സഭ കാലയളവിൽ ഉണ്ടായി. എന്തായാലും ഇതിനിടയിൽ തന്നെയാണ് പ്രധാനമായ ചില തീരുമാനങ്ങളുമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ബില്ല് സഭയിൽ കൊണ്ടുവരികയും അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു വഴിക്കൂടി അവർ ബില്ലുകൾ പാസ്സാക്കുകയും ഒക്കെ പ്രധാനമായും ഭരണപക്ഷം ചെയ്യുന്നു. പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിച്ച് നിരന്തരം സമരം ഉന്നയിക്കുന്നു. പക്ഷേ പാർലമെന്റ് നടപടികൾ ഇത്തവണ ഈ ശൈത്യകാല സമ്മേളനത്തിൽ എവിടെയും പാർലമെന്റ് നടപടികൾ സുഗമമായി നടന്നില്ല എന്ന് വേണം കരുതാൻ.